സത്യൻ സ്വന്തം പ്രണയത്തെക്കുറിച്ചുള്ള വാശിയിൽ ജയിച്ചെങ്കിലും സ്വന്തം പിതാവും കുടുംബക്കാരും മറ്റുള്ളവരൊക്കെ പറഞ്ഞതുപോലെ തന്നെയാണ് പിന്നീട് സംഭവിച്ചത്. സത്യൻ്റെ 3 മക്കൾക്കും കണ്ണിന് കാഴ്ചക്കുറവ് വന്നു, അന്ധത തന്നെ വന്നു. ആ അന്ധതയുടെ ദുഃഖം പേറിക്കൊണ്ടാണ് സത്യൻ എക്കാലത്തും തൻ്റെ സിനിമാ ജീവിതത്തിൽ ജീവിച്ചത്. പലപ്പോഴും പലരും പറയുന്ന കേൾക്കാം, സത്യൻ ചില സമയത്ത് പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ വലിയ കടുംപിടുത്തം പിടിക്കുമെന്നൊക്കെ പറയാറുണ്ട്. കാരണം അക്കാലത്ത് ലണ്ടനിൽ നിന്ന് മരുന്ന് വരുത്തിക്കൊണ്ടാണ് സത്യൻ ഈ കുട്ടികൾക്ക് കണ്ണിന് വേണ്ടി ചികിത്സിച്ചു കൊണ്ടിരുന്നത്. അത് പണം ആവശ്യമുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതേസമയം സത്യൻ 1 രൂപ പോലും പ്രതിഫലം പറ്റാതെ വളരെ എന്ന് പറഞ്ഞാൽ ചെറിയ പ്രതിഫലത്തിൽ അഭിനയിച്ചിട്ടുള്ള പടങ്ങളുമുണ്ട്, കുട്ടിയടുത്ത് പോലുള്ള പടങ്ങളുമുണ്ട്. പക്ഷേ ഇതാണ് അതിൻ്റെ കാരണം. സത്യൻ്റെ കുട്ടികൾക്ക് കണ്ണിന് ചികിത്സ ആവശ്യമുണ്ടായിരുന്നു. അതേസമയം സത്യന് സ്വന്തമായിട്ട് തന്നെ ഒരു രോഗമുണ്ടായിരുന്നു, അത് ക്യാൻസർ ആയിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോൾ സത്യൻ്റെ മക്കളെല്ലാവരും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നാണ് നമുക്കറിയാവുന്നത്. പക്ഷെ അവരെല്ലാം തന്നെ അന്ധതയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഉണ്ടായതെന്താണ്? ഒരു മഹാപ്രണയം ഒരു ശാപമായി മാറുകയാണ്. സത്യൻ്റെ പ്രണയിനിക്കും സത്യനും അത് വലിയ ദുഃഖമായിട്ട് മാറുകയാണ്. ആ ദുഃഖം അനുഭവിച്ചുകൊണ്ടാണ് സത്യന് മുമ്പ് തന്നെ സത്യൻ്റെ പ്രാണേശ്വരി ജീവൻ പിടിഞ്ഞത്. അത് ചിലരുടെ ജീവിതത്തിൽ ചില ശാപങ്ങൾ. പലരും പറയുന്നത് സത്യൻ്റെ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്ത ക്രൂരതകളുടെ ഫലമാണ് എന്ന് ആണ് പലപ്പോഴും പറയുന്നത് കേൾക്കാറുള്ളത്. അതത്ര ശരിയായിരിക്കാൻ വഴിയില്ല. കാരണം എന്താണെങ്കിൽ സത്യനെക്കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ സത്യനെ ആരെ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ അടിച്ചമർത്താനാണ് സത്യൻ തൻ്റെ ക്രൂരത ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ സത്യൻ ആരെ അടിച്ചമർത്താനാണോ ഏറ്റവും കൂടുതൽ ക്രൂരത ഉപയോഗിച്ചത്, അതേ ആളുകൾ തന്നെ ഏറ്റവും കൂടുതൽ സത്യനെ സ്നേഹിച്ചു. ഒരു കാലഘട്ടത്തിൽ സിനിമയിലൂടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ മുഖമായിട്ട് തന്നെ സത്യൻ മാറി. അനുഭവങ്ങൾ, പാളിച്ചകൾ തുടങ്ങിയിട്ടുള്ള നിരവധി സിനിമകളിലൂടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒരു സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ബിംബമായിട്ട് സത്യൻ മാറുകയുണ്ടായി. വെറുക്കപ്പെട്ട ഒരു മനുഷ്യൻ അതേ ജനതയാൽ തന്നെ സ്നേഹിക്കപ്പെടുക എന്നുള്ളത് ചരിത്രത്തിലെ അപൂർവമായൊരു സംഭവമാണ്. എങ്കിൽ പോലും സത്യൻ വേദനയോടെയാണ് മരിച്ചത്. സ്വന്തം രോഗത്തിൻ്റെ വേദന മാത്രമല്ല സ്വന്തം മക്കളുടെ അന്ധതയെക്കുറിച്ചുള്ള വേദനയും അനുഭവിച്ചുകൊണ്ടാണ് അദ്ദേഹം മരിച്ചത്. പ്രണയം ഇവിടെ ഒരു ശാപമായി മാറുകയാണ്. എല്ലാവർക്കും നമസ്കാരം.